വാട്സാപ്പ് ഗെയിമേഴ്സ് വെൽക്കം ടു എറർബോയ് വെയിറ്റ് ഇറ്റ്സ് മീ ഗൈസ്. നമ്മളാണെങ്കിൽ BGM അപ്പോൾ എല്ലാവർക്കും അറിയാം BGM എന്താണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം എന്ന് വെച്ചാൽ ഇതാണ് ഞാൻ എറർബോയ് വെയിറ്റ്. നമ്മുടെ ഫസ്റ്റ് ഗെയിമിംഗ് ആണ് ഈ BGMക്കകത്ത്. അതുപോലെ ഇത് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഗൈസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ മാക്സിമം ലൈക്ക് ചെയ്യുക. എന്താ നമ്മുടെ കൂട്ടുകാർക്ക് ഫോളോ BGM കളിക്കുന്ന എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ പ്ലെയിനിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും കൂടെ ചാടാന്ന് വെച്ചാൽ ഫോളോ ചെയ്ത് പോത്തില്ല. അതിൻ്റെ ഓർമ്മ ഇത് നോക്കാം. എവിടെ ഇറങ്ങണമെന്നല്ല അമ്മരങ്ങ. നമുക്കൊരു കാര്യം ചെയ്യാം, താരോട്ടം കിടക്കാം. ഒരു സ്ഥലത്ത് തന്നെ അങ്ങ് ഇറങ്ങുമ്പോൾ സേഫായി കിടക്കുക. റൂയിനസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇറങ്ങാം ഗൈസ്. ഇവിടെ എനിമി കാണുമെന്നൊരു സംശയമുണ്ട്. നമ്മൾ 0 ഫിനിഷ് ഉണ്ട്, 100 പേരും ഉണ്ട്. 100 പേരുണ്ട്. അതാ എൻ്റർ ദ വെർച്വൽ വേൾഡ്. ഇനി ഇത് കുറച്ച് സമയം എടുക്കുക. എന്താണെന്ന് വെച്ചാൽ അത് വരാനാണ്. റൂയിനസിൽ നിന്ന് കുറച്ച് മാറി ഗൈസ്. ഇത് മലയുടെ മേളിലൊക്കെ കയറി പോകുന്നുണ്ട്. കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മളെത്തിയിട്ടുണ്ട്. ഇതപ്പോൾ നൈഫൊക്കെ ഉണ്ട്. അമ്മ ഉറങ്ങി. അപ്പം നമ്മൾ വേണ്ട വീട്ടിൽ പോയി ഒരു സംഭവം എടുക്കുന്നുണ്ടായി. സൈഡിൽ നിന്ന് ആരോ വരുന്നുണ്ട്. തോണ്ട ആൾ വരുന്ന കത്തിയായി പിടിച്ചേക്കാം. വീട്ടിനകത്ത് കയറി നമ്മളിപ്പോൾ ഡെഡാകാതെ കളിക്കും. നമ്മൾ മാക്സിമം ഈ കളി നമ്മൾ ജയിക്കുവാണെങ്കിൽ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തുവാ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഇത് തീരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ എന്തുവാ ലൈക്ക് ടാർഗറ്റാണ് 200K ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ 200K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആക്കുവാണ് ഗൈസ്. ഇത് തീരുന്ന മുമ്പ് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ വേണ്ട ലൂട്ടൊക്കെ എടുക്കുക. എല്ലാ വീട്ടിൽ കയറി ലൂട്ടെടുക്കാം. അല്ലല്ല അപ്പോൾ നമ്മൾ വേണ്ട ലൂട്ടെടുത്ത് എന്തോ ക്യാഷ് പോലത്തെ ഒരു സംഭവമുണ്ട്, അതിലോട്ടൊക്കെ കയറിയിട്ടുണ്ട്. പെട്രോളൊക്കെ വണ്ടിയിലടിക്കുന്നതായിരിക്കും. ടോർച്ച് ഹെൽമെറ്റ് പിന്നെ മറന്നു മതി. അപ്പോൾ നമുക്ക് ഇനി ഡേണിന് തുടങ്ങി. ഒരു കാർ കിടപ്പുണ്ട് അവിടെ. ഇപ്പോൾ തന്നെ എല്ലാവരും ജോൺ തുടങ്ങി. എനിക്ക് ഇറങ്ങിയില്ല, ഇപ്പോഴത്തേക്ക് ഇറങ്ങി. 97 പേരുണ്ട് ഗൈസ്. അതുകൊണ്ട് അവന്മാരെല്ലാവരും എൻ്റെ കുറച്ച് പേരുണ്ടായിരുന്നു എൻ്റെ കൂടെ ഇറങ്ങിയ. അവന്മാരെവിടെയാണെന്നൊരു സംശയം. ഓ ഗൈസ് കാറിൽ നിന്ന് ഇടിച്ച ഇതാകുക. അതുകൊണ്ട് കാറിൽ നിന്ന് ഇടിച്ചപ്പോൾ ഡാമേജ് കയറി. പുകയൊക്കെ വരുന്നുണ്ട് ഗൈസ്. റൂയിനസിൽ നിന്ന് മാറിയില്ല, മാപ്പിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ രണ്ടാമത്തെ നമ്പറിലുള്ള കൂട്ടുകാരൻ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ഗൈസ്. അതാണ് അത് ലൂട്ടെടുത്തു. അപ്പോൾ ഗൈസ് നമ്മൾ വേണ്ട എന്താ കഴിപ്പിച്ചത് ഗ്രനേഡ്. ഇതാണ്ട് ഗ്രനേഡ് കിട്ടി. അപ്പോൾ മറ്റേത് അത് വേറെ സാധനമായിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് മാക്സിമം നമ്മൾ ഈ കളി നമ്മളായിട്ട് ഫസ്റ്റ് ആക്കാൻ നമുക്ക് നോക്കാം. ബട്ട് നമുക്കൊരു നമുക്ക് കിൽ ടാർഗറ്റ് വെക്കാം. മാക്സിമം നമുക്കൊരു 10 വേണ്ട, നമുക്കൊരു 12ൻ്റെ കൂടുതലും എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ കണ്ട ഈ സ്ഥലത്ത് കയറിയിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് റൂയിനസിന് മാറിയിട്ടാണ്. അപ്പോൾ ഗൈസ് ഈ റൂയിനസ് മാപ്പിൻ്റെ പേരെന്തോന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയാം. അവിടെ വെള്ളമൊക്കെ കിടക്കുവാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകണ്ട.
നമ്മുടെ സെക്കൻഡ് നമ്പർ പ്ലെയർ വരുന്നുണ്ട്. ഇതെന്ത് വട്ടമാണ് നമ്മളിട്ടടിക്കാനായിട്ട്. ഞാൻ ഫ്രണ്ടാണ്. അങ്ങോട്ട് പോയി അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു. നമ്മൾ അവനെ ഫോളോ ചെയ്ത് പോകാം. നമ്മളിപ്പോൾ തോംസൺ ആണ് കൈ വെച്ചിരിക്കുന്നത്. തോംസൺ ആണ്. നമ്മൾ ഇവനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ നമ്മൾ കുറേ എന്തുവാ കുറേ മെസ്സേജൊക്കെ ഇടുന്നുണ്ട്. മറ്റു പറയും അവിടെ എനിമി ഉണ്ടെന്ന് തോന്നി സ്കോപ്പ് ഇട്ടിരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ 0 ഫിനിഷേഴ്സേ ഉള്ളു. 99 ആയി ഗൈസ്, 89 ആയി. അവിടെ ഗൈസ് അവിടെ ഒരു ചുമല കണ്ടിട്ടുണ്ട്. ചുവന്ന് അവിടെ എനിമി കൂടുതലുള്ളതാണെന്ന്. അവിടെ അതിൻ്റെ കുറച്ച് മാറിയിട്ട് നമ്മുടെ 1 നമ്പർ പ്ലെയർ ഉണ്ട്. സോ ഗൈസ് ഇപ്പം നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ബാക്കിൽ നിന്ന് അടിച്ചാൽ തീരുന്നു. ഗൈസ് അപ്പോൾ നമ്മൾ കണ്ട എല്ലാ ലൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ലൂട്ട് എടുത്ത് നമുക്ക് എളുപ്പം മറ്റേ എൻ്റെ കൂടെ പോകുന്ന ഗൈസ് തോംസൺ ആണ് നമ്മുടെ കയ്യിൽ. തോംസൺ ആണ് നമ്മുടെ കയ്യിലുള്ളത്. തോംസണും പിന്നെ G16 അങ്ങനെ ഇസോണ്ട് ഒരുത്തം പോന്നു. അവനടിക്കാൻ പറ്റുന്ന അപ്പോഴത്തേക്ക് അവനെ പെട്ടിയാക്കി ഗൈസ്. എന്നെന്താ അടിച്ചോണ്ടിരിക്കുന്നത്? ഇപ്പോൾ അവൻ ചത്തത് കേസോ. നമ്മൾ ലൂട്ട് എടുക്കാൻ അത് ഏത് കണ്ണു കാറാണെന്നാ തോന്നുന്നു. നൈസ് ഗണ്ണിൽ ഫ്രീ ഇപ്പോൾ സ്കാർ വന്നാണ് നമ്മുടെ ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ കൂടെ പിന്നെ പറയുന്നത് അവിടെ എനിമി ഉണ്ടല്ലോ. മറ്റേ 2-ൻ്റെ ഇത് മാത്രം കറക്റ്റായിട്ട് മറ്റേ ഹെൽത്തിൻ്റെ ഞാൻ കാണിക്കുന്നുണ്ട്. തൊട്ട് നമ്മുടെ മാത്രം ഡള്ളായിട്ട് പോലെ ഇരിക്കുന്നത്. ഇതിൻ്റെ മേലെ ഗൈസ് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ അടിക്കണമാരെല്ലാം. നമുക്ക് 87 പേരായി ഗൈസ്. സ്ഥലം മാറിപ്പോയി ഗൈസ്. അപ്പോൾ 87 പേരാണ് കഴിഞ്ഞു കൊണ്ടുവരും ഗൈസ്. അപ്പോൾ 87 പേരാണ് നമ്മൾ പറഞ്ഞത്. 87 പേരാണ് അലയവായിട്ടുള്ളത്. നമ്മൾ 0 ഫിനിഷ് എന്ന് വെച്ചാൽ 0 ഫിനിഷാണ്. ഇങ്ങനെ വേണം നമ്മൾ ജയിക്കുമെന്ന് അറിയത്തില്ല. 0 ഫിനിഷ് എടുക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത് ഗൈസ്? എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇവനിപ്പോൾ എന്തുവാ അവൻ അടിച്ചില്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കും അവൻ്റെ തള്ളിയെന്ന് തോന്നുന്നു. ക്രോസ് ബോ ഒക്കെ ഉണ്ടല്ലോ ഉണ്ടോ? സ്കാർ എടുക്കണം. മാറി അതിന് എടുക്കണ്ട. ചിലപ്പം നമ്മൾ റീലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോകണ്ട. നമ്മൾ കില്ലെടുക്കാനുള്ള പോകണം. അപ്പോൾ നമുക്ക് ഇവിടെ ചാടാം. ഇതോടെ പോകുന്നത് ഇവനാണ്. എൻ്റെ അടുത്തൊന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഇവനെ പോകുന്നതെന്ന് വെച്ചാൽ എനിമിയാന്ന് വെച്ചാൽ ഫയർ ചെയ്ത് ബുള്ളറ്റ് കളയാൻ. ഇപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ ഇപ്പോൾ റിവർ സൈഡ് എന്തോ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ വഴിയൊക്കെ കാണുന്നുണ്ട്. റോഡ് കണ്ടു ഗൈസ്, റോഡ് കണ്ടിട്ടുണ്ട്. നമ്മുടെ കയ്യിലിപ്പോൾ സ്കാറുണ്ട്, പിന്നെ മറ്റേ സ്കാറും ഉണ്ട്, പിന്നെ ക്രോസ് ബോയും ഉണ്ട്. നമ്മുടെ കൂടെ ആരും ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ എന്തോ കാണുന്നുണ്ട് മാപ്പിൽ കാണിക്കുന്ന എല്ലാം ശരിയാണോ എനിക്കറിയത്തില്ല. എന്ത് ഞാൻ കളിച്ചിട്ട് എന്ത് നല്ലതാണ് ഗൈസ്. ഗൈസ് ഇപ്പോൾ പിന്നെ മറ്റേ 4th നമ്പർ ഇതിൻ്റെ എടുത്ത് വന്നിട്ടുണ്ട്. മറ്റേ എന്തുവാ തിളക്കം പോലെ. അത് ഹെൽത്ത് കാണിക്കുന്നുണ്ടോ ഗൈസ്? അവന് ഹെൽത്ത് കുറഞ്ഞു. മറ്റേ 2nd നമ്പറാണ് ഹെൽത്ത് എന്താ ഇതാക്കിയത് പിടിച്ചിട്ട്. ഇതിപ്പോൾ നമുക്ക്
സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തോ ROZ മാത്രമേ കാണുന്നുണ്ട്. മുമ്പിൽ നമ്മുടെ നമ്പർ 1 പ്ലെയർ ഉണ്ട്. അപ്പം നമ്മൾ നമ്പർ 1 പ്ലെയറിൻ്റെ അടുത്ത് എത്തുവാണ്. ഷോട്ട് ഗൺ 7 ബുള്ളറ്റ് ഉള്ളല്ലേ. അപ്പം നമ്മൾ റെഡ് സ്ഥലത്ത് കണ്ടില്ലായിരുന്നു. അതെന്തുവാന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. എന്ന് ഉറപ്പില്ല. സാധനം എന്ന് വെച്ചാൽ ഇതാന്ന് തോന്നുന്നു. ഇതുവാ മറ്റേ എനിമീസിനെ കാണുന്നു. അപ്പോൾ ഓണിങ്ങനെ പോകുമ്പോൾ എനിമിയെ കാണുവാണെങ്കിൽ നമ്മൾ അടിക്കാൻ പറ്റിയില്ല, നമ്മൾ ഇടാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഗൈസ് നമ്മൾ എളുപ്പം നമ്മൾ ജയിക്കാൻ നോക്കുക. ക്രോസ് ബോ അറിയാതെ വല്ലതും ക്രോസ് ബോ എടുത്ത് പിടിച്ചാൽ പണിയാകും. അവിടെ ഒരു കാറും കിടക്കുന്നു. ഈ സാധ്യത എടുക്കാം. ഇത് കാറാണോ? ഇത് ഏത് മോഡൽ കാറാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഗൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഗൈസ് നമ്മളാണെങ്കിൽ ഇപ്പോൾ റോഡ് വഴി പോകണ്ട, ഈ വഴി പോകുക. എന്താണെന്ന് വെച്ചാൽ വീട് ഇടിക്കാതെ ബാക്കട്. ഈ വീട്ടിനൊക്കെ ഇങ്ങനെ ചെറിയൊരു മതിൽ പറഞ്ഞത് വെച്ചേക്കും. നമ്മളതുകൊണ്ട് ദൂരെ നോക്കുമ്പോൾ കാണത്തുമില്ല ഗൈസ്. ഗൈസ് അവിടെ റെഡ് മാർക്ക് കാണുന്നുണ്ട്. നമുക്ക് ആ റെഡ് മാർക്ക് കണ്ട സ്ഥലത്തോട്ട് പോകാം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കില്ല് കിട്ടാൻ ചാൻസസ് കൂടുതലാണ്. ഡയറക്ഷൻ മനസ്സിലാകുന്നില്ല അവിടെ. അവിടെ ബോട്ട് എല്ലാം ഉണ്ട്. നല്ലത്. കാർ എടുത്തോണ്ട് പോകാനും പറ്റത്തില്ല. പോകാൻ പറ്റും ഗൈസ്. അവിടെ ഇതുണ്ട്. നമ്മുടെ 4th നമ്പർ പ്ലെയറിൻ്റെ എന്തോ റെഡ് ഹെൽത്ത് കുറയാറായെന്ന് തോന്നുന്നു ഗൈസ്. മറ്റേ ഹെൽത്ത് ഡിക്രീസ് ആണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട ബോട്ട് ഡ്രൈവ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് കയറാം. ഇത്രയും പോണേനല്ലോ ബോട്ട് ഇട്ട് വെച്ചേക്കുന്നു. ആ ഹെൽത്ത് കുറഞ്ഞെന്ന് ഗൈസ്. അവിടെ പ്ലെയർ നമ്പർ 1 ഒക്കെ എവിടെ പോയെന്നാണോ ഗൈസ്. ഗൈസ് 76 പ്ലെയറായി ഗൈസ്. 76 പ്ലെയർ ആയിട്ടുള്ളൂ. ഇപ്പോൾ 25ആയി. എളുപ്പം അവന്മാർ അടിക്കുന്നുണ്ട് ഗൈസ്. എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും കിൽസ് ഉണ്ട് ഗൈസ്. ബട്ട് എനിക്കില്ല ഗൈസ്. 0 ഫിനിഷിംഗ് ആണ്. അപ്പോൾ 0 ഫിനിഷിംഗ് വെച്ച് എന്താ ചെയ്യാനാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗൈസ് നമുക്ക് നോക്കണം അതെന്തോന്ന് ഗൈസ്. നമ്മൾ കണ്ട പ്രിയയുടെ ഇടയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വെള്ളം ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയിട്ട് വല്ല പ്രശ്നമുണ്ടെങ്കിൽ എന്ത് പറയണമെന്നുണ്ടെങ്കിൽ ബോട്ട് പിന്നെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഗൈസ് ഇവിടുന്ന് കില്ല് കിട്ടുമോയെന്ന് അറിയത്തില്ല, നോക്കാം. അതായത് അപ്പോൾ കില്ല് കിട്ടുവാണെങ്കിൽ നമുക്ക് ഫിനിഷിങ് 0 ആണ്. 72 അലൈവാണ്. അപ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു 0 കിൽസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര കില്ല് ബാക്കിയുണ്ടെന്ന്. നമ്മൾ വേണ്ട നീങ്ങി പോകുന്നുണ്ട്. കാലയിലിടിച്ച് കയറ്റി ഗൈസ്. കാലയിലിടിച്ച് കയറ്റിയിട്ടുണ്ട്. തിരിച്ച് കാറിൽ കയറി തിരിച്ച് ഇത്രമാരുടെ കൂടെ പോകാൻ പറ്റില്ല. 1 ഇവിടെ ഉണ്ട് കഴിച്ചു. പ്ലെയർ നമ്പർ 1 നമ്മുടെ 4നെ രക്ഷിക്കാൻ പോയിരുന്നു. നല്ല പണിയാണ്. ഇത് തോണ്ട ഒരുത്തൻ ഇവിടെ കിടക്കുന്നു കിട്ടി കിടക്കുന്നു. ഒരു ഫിനിഷിങ് കിട്ടി നമുക്ക്. നമ്മളൊരു എടുത്തു. അതായത് നമുക്കൊരു ഫിനിഷിങ് അങ്ങനെ അറ്റ്ലീസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്കൊരു ഫിനിഷിങ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ ടാസ്ക് എന്ന് വെച്ചാൽ 11 ഫിനിഷിങ് ആണ് അത് കൂടുതലും. അപ്പോൾ നോക്കാം നമുക്ക് 11 ഫിനിഷിങ് കാണാം. ഗൈസ് നമ്മുടെ 1ൻ്റെ നേരത്തെ എന്തോ ഗൈസ് 1 ഇതായി ഗൈസ്. 1 എന്തോ പറ്റിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് തിരിച്ചു പോകണം. പോയേക്കാം ഗൈസ്. അവിടെ ഇടിച്ചേക്കാം. ഗൈസ് നമ്മൾ റിവറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിത് കയറിയിട്ടുണ്ട്. നമ്മുടെ ഹെൽത്ത് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ഹെൽത്ത് റീകവർ ചെയ്യാം. അപ്പോൾ ഗൈസ്
ആണ് ഇച്ചിരി പാടാണ് ഇത് അങ്ങോട്ട് ചെല്ലാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദൂരെയാണ്. ഓക്കെ, ഇത് ആർമർ ഒന്ന് ഇതാക്കാം. അതുകൊണ്ട് നമ്മൾ പ്ലെയർ നമ്പർ 1 ഡാമേജ് ഉണ്ട് അവിടെ കിടക്കുന്നു. നമ്മൾ പ്ലെയർ നമ്പർ 1 ഡാമേജ് ആയി കിടപ്പുണ്ട്. നമുക്കവനെ രക്ഷിക്കണം. എനിമി ഉണ്ടെന്ന് തോന്നുന്നു അവിടെ തോന്നിക്കൊണ്ടിരിക്കും. ാണ് ഇവിടെ എടുത്തിട്ടുണ്ടല്ലേ. ഡബിൾ ഷോട്ട് തീർന്നു. നമുക്ക് 3 ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇപ്പം 3 ഫിനിഷ് ഒറ്റ 2 പേരായിരിക്കും അവിടെ ഒരുമിച്ചിരുന്നു. റിവൈവ് ചെയ്ത് വിട്ടേക്കാം. കുറച്ച് ടൈം എടുക്കുമെന്ന് തോന്നുന്നു. റിവൈവ് ചെയ്തിട്ടുണ്ട്. ലൂട്ട് എടുക്കാൻ നോക്കാം. മെഡിക്കറ്റ് അത്യാവശ്യമാണ്. ബാഗ് ഫുള്ളാണെന്ന് തോന്നുന്നു. എടുക്കാൻ പറ്റുന്നില്ല. കാറി കയറി തോണ്ട് താഴെ കിടക്കുന്ന നാലിതായിട്ടുണ്ട്. നമുക്ക് എവിടെ പോയി എന്ത് നമ്മൾ റിവൈവ് ചെയ്യുമ്പോൾ തന്നെ അവൻ എവിടെയെങ്കിലും പോകണം. ആരുമില്ല. അങ്ങനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. ഗൈസ് സൈഡിൽ നിന്ന് അടിക്കുന്ന തിരി അങ്ങോട്ട് സ്ക്രീൻ വേണ്ട ചെത്തേക്കും റീലോടാ എളുപ്പം. താഴെ കിടക്കാൻ എന്ത് ഇഷ്ടം പോലെ എനിമി ഉണ്ട് ചോദിച്ചു ഇവിടെ. കുറേ എനിമി എന്ന് വെച്ചാൽ കുറേ എനിമി. നമ്മുടെ ഫസ്റ്റ് പ്ലെയർ നമ്പർ 1 വേണ്ട ഗൈസ് ഡെഡ് ആയിട്ടുണ്ട്. നമുക്ക് മറവെടുത്ത് കവറെടുത്ത് എന്ത് ചെയ്യുന്നു. കയറി വന്നു അങ്ങനെ ഫിനിഷ് ചെയ്ത് നമുക്ക് 6 കില്ലായിട്ടുണ്ട്. ചെറിയ ഹെൽത്ത് ഒന്ന് ഫുള്ളാക്കി വെക്കാം. പക്ഷെ അപ്പോൾ നമ്മൾ കണ്ടൊക്കെ കയറിപ്പോയേക്കാം. എന്നിട്ട് നമുക്ക് സോണിൻ്റെ അകത്തോട്ട് കയറാം. നമുക്ക് പ്ലെയർ നമ്പർ 2 എളുപ്പമായി ചെയ്യാൻ എന്താ ഹെൽത്ത് ഡിക്രീസ് ആണെന്ന് കണ്ടു. പ്ലെയർ നമ്പർ 2 അങ്ങനെ ഡെഡായിട്ടുണ്ട്. അവിടെ ബോട്ട് ഇട്ടിട്ടാണ് വന്നില്ലേ. ടാസ്ക്കാണ് അങ്ങോട്ട് കയറി കയറണം. കയറുമ്പോൾ ചെല്ലുമ്പോൾ കുഴപ്പമില്ല, നമ്മളങ്ങ് മുങ്ങിപ്പോകത്തില്ല. തൊട്ട് ഇറങ്ങുമ്പോൾ എന്താ മുങ്ങിപ്പോകാൻ തോന്നുന്നു. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. കാറിക്ക് നമുക്ക് ഓടാം. അങ്ങനെ സോണിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സോണിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഹെൽത്ത് പറഞ്ഞിങ്ങനെ ആർമറ കൊടുക്കണം. ഹെൽത്തിന് കുഴപ്പമൊന്നുമില്ല, ആർമറിന് കുഴപ്പം. അങ്ങനെ നമ്മൾ ആർമർ ശരിയാക്കുകയാണ്. ആർമർ പതുക്കെയാണ് ഹെൽത്ത് അല്ല ആർമർ കൂടുന്നത്. ആർമറിൻ്റെ ഇതാണോ സംശയമുണ്ട്. സോറി നമ്മുടെ സോണിൻ്റെ അകത്താക്കി ഹീൽ ചെയ്തേക്കാം. ഇനി അവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഞങ്ങൾക്കൊന്ന്
ഫിനിഷിങ് ബാക്കിലിരുന്നുണ്ടല്ലേ ലൂട്ട് ചെയ്തേക്കാം നമ്മളങ്ങ്. ഗൈസ് അപ്പം നമ്മളങ്ങ് ലൂട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ബാഗ്. സ്പ്രിൻറ്റ് ചെയ്ത് കൂടുതലായിട്ട് നമുക്ക് പോകാം. എന്താണെന്ന് വെച്ചാൽ എളുപ്പം പോകണമല്ലേ, പണിയാകും. അവിടെ എനിമി ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അതുകൊണ്ട് തോണ്ടേനും നമ്മുടെ മുമ്പിൽ എല്ലാതും ഈ എനിമിയുടെ തന്നെയാണ്. എൻ്റെ ബാഗ് ഫുള്ളായി ഗൈസ്, ഇനി ലൂട്ടാൻ പറ്റത്തില്ല. ആർമർ അങ്ങ് ശരിയാക്കാം. ഇനിയും ആകപ്പാട് ഒരു ആർമറോ ഉള്ളത് അവിടെ വെച്ചേക്കാം. എനിമിയെ തേടി അങ്ങ് പോകാം ഗൈസ്. ഇനി ഇപ്പം ഇച്ചിരി പാടാണ് ഇനി എനിമിയെ തപ്പി ഇങ്ങ് പോകണമെങ്കിൽ. പോകണ്ട ടൈമുണ്ട്. പൈസ എല്ലാ സ്ഥലത്തും നിന്ന് എനിമി വരുന്നുണ്ട്. എവിടാന്ന് അറിയത്തില്ല. എവിടെയാ കാണിച്ചേക്കുന്നത്, എവിടെയാന്ന് അതുകൊണ്ട് ഇരുന്നടിക്കുന്നോടാ കിടന്നടിക്കുന്നോടാ. എനിക്ക് അറിയത്തില്ല, എന്നെ കിടന്നടിക്കുന്നവന്മാരെ അടിച്ചവനെ ഇവിടെ. ഞാനങ്ങനെ അങ്ങ് പോട്ടെ. ഇവിടെ എനിമി ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കില്ലെന്ന് തോന്നുന്നു. ഉള്ളറ്റില്ലാമാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പം തന്നെ തീരുമെന്ന് തോന്നുന്നു. സോണ് വന്നു. ആ സൈഡ് ഓടി കയറാൻ പറ്റി. കവർ എടുക്കും ഗൈസ്. നടക്കത്തില്ല. ഇതാരും ഞാൻ പ്രതീക്ഷിച്ച ഹെൽത്തിച്ച് സീനായി. എവിടെ നിന്ന് അടിച്ച് ബാക്കിൽ കൈയിട്ടടിച്ച്. ഞാൻ ഓർത്തില്ല അത് കൈയിട്ട് അടിച്ചെന്ന്. അപ്പോൾ നമ്മൾ ഇവൻ്റെ ലൂട്ടങ്ങ് എടുക്കണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിൽ നിന്ന് അടിച്ചാണ് മെഡിക്കേറ്റ് അടിക്കുമ്പോൾ തന്നെ. നമ്മുടെ മെഡിക്കേറ്റ് അടിക്കണം ഉറപ്പാണ്. ആവശ്യം നമ്മളങ്ങ് കയറിയിട്ടുണ്ട്. വെളിയിലിറങ്ങി ആയിസോണ്ട് അവിടെ ഒരു എനിമിയുടെ പ്രിന്റ് കാണുന്നുണ്ട്. നമ്മളിതിനകത്തോട്ടിൻ്റെ വെളിയിലൂടെ പോകാം. എനിമിയെ കാണുന്നില്ല. നമ്മൾ കണ്ട് കുറേ നോക്കി. ഇവർക്ക് റെൻഡ് റിക്വസ്റ്റ് കൊടുത്തേക്കാം. നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരാണ് സ്പെക്ടേറ്റ് ചെയ്ത് കാണും. അങ്ങനെ നമ്മൾ ഫൈനലി റോളിലെത്തിയിട്ടുണ്ട്. 17 പേര് അലവാണ്. 12 ഫിനിഷ് ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മളാണ് റിമൈനിങ് 17 ആണ്. ഇപ്പോൾ 16. എയർ ഡ്രോപ്പാന്ന് തോന്നുന്നു വീഴുന്ന. അതവിടെ എന്ത് കുതിര കുതിര. എനിമി കുതിര എന്ന് പറഞ്ഞ എനിമിയാണോ വരുന്നത്? കുതിര എന്ന് പറഞ്ഞ എനിമിയാണ് നമ്മുടെ പുറകിന് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവൻ്റെ ലൂട്ട് അങ്ങ് എടുത്തേക്കാം. ഇവൻ്റെ ലൂട്ട് എടുക്കാം, മറ്റേൻ്റെ ലൂട്ടല്ലേ എടുക്കാതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എൻ്റെ ലൂട്ട് എടുത്തുകൊണ്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഹെൽത്ത് അടിക്കാം. നടന്നോടൊക്കെ ഹെൽത്ത് അടിക്കുമല്ലോ. സ്പ്രിൻറ്റ് ചെയ്തുകൊണ്ട് ഹെൽത്ത് അടിച്ച് കഴിച്ച് അങ്ങനെ നമ്മൾ ഓടിയിട്ടുണ്ട്. സ്കാറും പിടിച്ചുകൊണ്ട് ഓടുകയാണ്. റോഡിലോട്ട് കയറണം. ഓടാണ്ട് എനിമി മാറ്റയച്ചു പോകണം. ഹെൽത്ത് കൂട്ടാൻ പറ്റുമോ? നമ്മളെ മെഡിക്കറ്റ് കുറേ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ.
Yes. അടി വന്നു ഇതാണ് ഇവനാണ് അടിക്കുക കിടക്കുന്നോടാ അടുത്താല് തന്നെ കിടന്നപ്പോഴേ അടിച്ചു കേട്ടാ ഓർത്താണ് 15 guys. 15 ഇതങ്ങനെ നമ്മളെ ഹെൽത്ത് ഇതാക്കിയിട്ട് നമ്മൾ പോവുകയാണ് guys, ഉറപ്പാണ്. ഈ കളി നമുക്ക് 15 കില്ലുണ്ട് 6 അലവുമാണ് ഗൈസ്. അതുകൊണ്ട് ഇച്ചിരി ഇതാണ് നമ്മൾ ഇനിയും ഡെഡ് ആയാൽ പണിയാകും. ഇത് ഗൈസ് നമ്മളതിന് മാക്സിമം ഇത് ഡെഡ് ആകാതിരിക്കാൻ നോക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 15 കിൽസ് ആയിട്ടുണ്ട്. റിവൈവ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ നമ്മുടെ ടീമിന്. ഇതെന്തോ പറ്റാത്ത നിനക്കിങ്ങനെ ഇതെങ്ങനെ എന്തോ ഇത് റിവൈവ് ആക്കുന്നതെന്ന് അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നേക്കണം. ഇടിച്ച് പൊട്ടി വെടിവെച്ചങ്ങ് പൊട്ടിക്കാം നമുക്ക്. നമുക്കിപ്പോൾ 16 കില്ലായിട്ടുണ്ട്. ഇപ്പോൾ 5 അലവുമാണ്. അപ്പം നമ്മൾ മുമ്പോട്ട് പോവാം. അവിടെ ഒരു കുതിര ഉണ്ട്. 13 ബുള്ളറ്റ് അവിടെ ആരോ എന്ത് എനിമിയുടെ ഫുട് പ്രിന്റ് കാണുന്നുണ്ട്. അവിടെ നിന്ന് ഓടി വരുന്ന പോലെ ഉണ്ടല്ലോ. തോടൈസോടാ ശരി തോന്നിയല്ലേ ഓണ്ടായിരിക്കുന്നവനൊക്കെ. ഞാൻ തീർത്തിട്ടേ ഉള്ളു. ഉള്ളു അവനാണെങ്കിൽ 5-6 മിനിറ്റ് നമ്മളെ അടിക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് ഒറ്റ അടിക്ക് തീർത്തു ഗൈസ്. അങ്ങനെയൊക്കെ നമ്മളാണെങ്കിൽ ഫസ്റ്റ് കളി നമുക്ക് തീർത്തിട്ടുണ്ട്. അത് തീർന്നില്ല ഗൈസ്. ഈ വീട്ടുകൊണ്ട് ഓടി വരുന്നു ഗൈസ്. ബുള്ളറ്റ് ഇതായി. അങ്ങനെ നമുക്ക് കുറച്ച് ബുള്ളറ്റ് വേസ്റ്റ് ചെയ്താണ് ഹെഡ് അടിച്ചു. 18 ഫിനിഷിങ് ഹെഡാന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും കുറച്ച് ബുള്ളറ്റ് പോയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ പിന്നെ നമ്മുടെ ഇത് എന്തുവാ ബാഗ് ഫുള്ളായിട്ടുണ്ട്. നമ്മൾ ഓട്ടം വരുന്നു പിന്നെ അവൻ കിടക്കുവാണ്. ചിക്കൻ ഡിന്നർ. അങ്ങനെ നമ്മള് വിക്ടറി അപ്പം നമ്മൾ ജയിച്ചിട്ടുണ്ട്. 51 സെക്കൻഡ്സ് നമ്മള് പ്രോ ആയി പോയി ഗൈസ്. ഫസ്റ്റ് വന്നിട്ടുണ്ട്. അത് 25 കില്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഫിനിഷിംഗ് നോക്ക് ഡൗൺ ഒന്ന് കാണാം. നോക്കൗട്ട്. ഇത് മറ്റേ നമ്മളെ എന്തുവാ ഇല്ല നമ്മുടെ പ്ലെയർ 1-ൻ്റെ ഇതായിരുന്നു ഗൈസ്. പ്ലെയർ 1 എത്തപ്പോൾ നമ്മൾ അടിച്ചാണ്. കിടന്നത് അതാണ് ഫസ്റ്റ് കിടന്നപ്പോൾ ഞാൻ അടിച്ചത്. വീഡിയോ എടുക്കാടാ ഒരു മിനിറ്റ്. അത് എടുത്ത് അതിൻ്റെ ഇല്ലേ ചെറുതായിട്ട് എഡിറ്റ് ചെയ്യ. അമ്മ അത് എപ്പോൾ കിട്ടുവാടാ മറ്റേത്? പിന്നെ അടിച്ചിട്ടുണ്ട്. അതെന്തുവാ ഇവിടാണ് അടുത്ത കില്ല് വരുന്നത്. ബുക്ക് കൊടുത്തില്ലല്ലോ, കിട്ടിയില്ലേ, തിരിച്ചു കൊണ്ടുവന്നല്ലോ. ഇത് ഹെഡാണ്. ഞാൻ ഇന്ന് ടീച്ചറെ ചോദിച്ചു ബുക്ക് എന്ത് ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തോ ഇതിനെ കൊടുത്തേക്കും. അടുത്ത നോക്ക് ഡൗൺ കാണിക്കുന്നു. അപ്പൊ ഇത് മറ്റേ അവനെ അടിച്ചതിന്റെ മറവി എന്ത് സ്നാക്സ് അത് കാണിച്ചില്ലേ? ഞാൻ സ്കിപ്പ് അടിച്ചായിരുന്നു. കുറെ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മോനെ കുറെ എണ്ണം കിട്ടിയിട്ടുണ്ട്. എയ്സ് എലിമിനേറ്റർ കിട്ടിയിട്ടുണ്ട് നമുക്ക്. നമുക്ക് മാറി നോക്കാം. നമ്മൾ MVP ആയിട്ടുണ്ട്. എറർ ബോയ് വൈറ്റി ബ്രോൺസ് 3 അങ്ങനെ ആക്കി നമ്മളെ മാത്രം MVP ആയിട്ടുണ്ട്. ലോബിയിലോട്ട് പോകാം. നമ്മുടെ ലോഡിങ് സ്ക്രീൻ ഇങ്ങനെയാണ് കാണിച്ചേക്കുന്നത്. നമ്മൾ ഇട്ടാം. അപ്പോൾ നമുക്കിനി ജാപ്പനീസ് സ്റ്റൈലിലൊരു സംഭവം ഉണ്ടായിരുന്നു. അതാണ്ടൊക്കെ ഇടാം.
ഇതിൻ്റെ കളറ് മാറ്റാൻ പറ്റും. മുടി ഇത് മതി. പിന്നെ കളറ് റെഡ്. യെസ് കൊടുക്കാം നമുക്ക്. ഇപ്പം നമ്മൾ റെഡ് കൊടുത്തിട്ടോ. ഇതിൻ്റെ കളറാണ് മാറി. നമുക്കൊരു കാര്യം നമ്മുടെ പേര് മാറ്റാനല്ലോ ഗൈസ്. നമുക്ക് ഏത് പേരിടും? PRX കോഡെന്നിടാം ഗൈസ്. ആദ്യച്ചൂടെ നല്ല പേരാന്ന് തോന്നുന്നു. ഇതൊന്നുകൂടെ ആലോചിക്കട്ടെ വേറെ പേര്. അല വേണ്ട, PRX കോഡെന്ന് തന്നെ ഇടാം. എന്താണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട ഒരു പേര് PRX കോഡെന്നാണ്. PRX അല്ലെങ്കിൽ ക്യാപിറ്റലിടാം. അണ്ടർസ്കോഡ് ഗോഡ് ഗൈസ്. അങ്ങനെ നമ്മൾ അണ്ടർസ്കോഡ് ഗോഡ് ഇട്ടിട്ടുണ്ട്. ഗൈസ് നമുക്ക് 24 ഇടാന്ന് അതിൻ്റെ നമ്പർ. അങ്ങനെ നമ്മളെ PRX കോഡ് 24 ആണ് നമ്മുടെ പേര് കിടക്കുന്നത്. നമുക്കിതൊക്കെ കളക്ട് ചെയ്തേക്കാം ഗൈസ്. നമ്മളാണെങ്കിൽ ഇന്ന് ഈ ജമ്മയുടെ വീഡിയോ നമ്മൾ ഇത്രയുമാണ് ഗൈസ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ വെച്ച് ഈ വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ് എല്ലാവരും പറയുന്നല്ലേ പീസ് ഔട്ട്.